ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, അവിടുന്ന് മൂസ ഈസ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്യുകയാ. യൂസുഫ് നബി കുറപ്പില്ലായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, രണ്ട് പിതാക്കന്മാർ, രണ്ട് പ്രവാചകന്മാർ തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ. വവസാ ബിഹാ ഇബ്രാഹിം ബനീഹി വയാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ. അവർ കുറപ്പില്ലായിരുന്ന സഹോദരാ. എന്തിനാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് കരയുന്ന കരച്ചിൽ കേട്ടിട്ട് ഞെട്ടി ഉണരുകയാണ്. എന്തിനാ മുത്തുനബി കരയുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ. എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അല്ലാഹുവേ, ആയിഷ ബീബി അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്ത് പറഞ്ഞിട്ടെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉറപ്പില്ലേ നബിയേ, അങ്ങേക്കും ഉറപ്പില്ലേ നബിയേ, ഈമാനോട് കൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? മൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പറക്കാമല്ലോ. എന്താ ചിന്തിക്കാത്തത്? ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവനല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ? മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായിട്ട് മരിച്ചുപോയി എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ പേര് അല്ലാഹുവിനെ മറന്ന് നടന്നിട്ട് അവസാനം മരിക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഈമാനോടുകൂടി മരിച്ച എത്ര പേരുണ്ട്? എന്തേ പഠിക്കാത്തെ? എന്താ ഞാനും നിങ്ങൾ മനസ്സിലാക്കാത്ത? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അസ്വഹാബി കന്നുജൂം, ഏത് സഹാബത്തിനെ പിൻപറ്റിയാലും സ്വർഗ്ഗത്തിൽ പോകുമെന്ന. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബികളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി അൽഖമ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു. പ്രവാചകൻ വഅ്ള് പറയുന്നത് കേട്ടു. പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ സഹാബിയ സഅലബ. പള്ളിയുടെ മാടപ്രാവെന്ന ഇരട്ടപ്പേരെന്നല്ല വിളിപ്പേര്. സ്വഹാബികൾ വിളിച്ചിരുന്നു പള്ളിയുടെ മാടപ്രാവ്. അങ്ങനത്തെ സഹാബി. ഈ സഹാബി അവസാനം മരിച്ചത് കാഫിറിനെ പോലെ ചത്തുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ മോശമായ രീതിയിൽ മരിച്ചുപോയി എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു മനുഷ്യന്റെ, ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നു. വല്ലാഹു ബിൻ ബാവൂറ സാധാരണ ആളൊന്നുമല്ല.
അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന അർശ് നോക്കി പാഠമെടുക്കുന്ന ആൾ, അസ്മാഉൽ ഹുസ്ന കാണാതെ പറയാൻ അറിയുന്ന ആൾ, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കുന്ന മഹാൻ പട്ടിയെ പോലെ ചത്തുപോയത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് മാറുന്നതെന്നറിയില്ല. കടം കേറി 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 തൂങ്ങുന്നവരുണ്ട്. രോഗം വന്നിട്ട് മനസ്സമാധാനമില്ലാതെ ചാവുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും എന്നാൽ അല്ലാഹുവിനെ മറന്ന് കമല സുരയ്യ എന്ന് പറയുന്ന മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. അവരുടെ കഥകളും അവരുടെ നോവലുകളും വായിച്ച നാണം തോന്നും. കാരണം അത്രയ്ക്കും സെക്സ് രീതിയിലാണ് അവർ കഥ എഴുതുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ ദീനിലേക്ക് പരിഭാഷ വായിച്ചവർ കടന്നു വന്നു. ഇന്നും പാളയം പള്ളിയിൽ പോകുമ്പോൾ കാണാം അവരുടെ കബറിടം. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാക്ഷികളായി. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനോടുകൂടിയേ മരിക്കൂ എന്ന് ഈ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തഴമ്പുള്ളതിന്റെ പേരിൽ, താടിയുള്ളതിന്റെ പേരിൽ ഇങ്ങനെ മരിക്കൂ എന്ന് ഉറപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ സഹോദരാ. ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈമാനോടുകൂടിയുള്ളവര് നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കൂ. അല്ലാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലേ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ളവര് മരണം വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് നമസ്കരിക്കാൻ കഴിയുമോ? പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുമോ? പെങ്ങളെ കഴിയുമോ? പൊന്നുമോളെ 5 വഖത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ അകത്ത് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നീ നിസ്കരിച്ചാ വല്ലാഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിക്ക്, 5 നേരം നീ നിസ്കരിക്ക്, നിനക്ക് ഞാൻ നല്ല മരണം തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറയുന്ന ഒരു കാര്യവും നമ്മൾ അനുസരിക്കാൻ തയ്യാറല്ല. അല്ലാഹു പറയുന്നത് നമ്മൾ അനുസരിക്കണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ അല്ലാഹു പറഞ്ഞിട്ട് കേൾക്കാത്തവനെ അല്ലാഹു പാഠം പഠിപ്പിക്കും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാ കടന്നു പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ ഹലാലാണ് ചർച്ച. എല്ലാം കഴിഞ്ഞു, ഇപ്പൊ അവസാനം എല്ലാം കഴിഞ്ഞിപ്പോ ഹലാല് ജിഹാദിൽ വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി തോന്നുന്നത്, TV ചാനലിൽ കയറി ഇരുന്നിട്ട് ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ആ സാധനം ഒരുത്തനുണ്ടല്ലോ, ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ചവനെ. അപ്പൊ ഈ TV ചാനലിന് അവതാരക ചോദിക്കും, എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ? ആ പാപം കടന്ന് ഉരുളുന്ന ഉരുളിച്ച ഒന്ന് കാണും. എടാ എന്താടാ ഹലാല്? ഹലാല് അത് ജിഹാദ്, തീവ്രവാദം എന്ന ഈ പൊട്ടൻ ഏറ്റവും കുറഞ്ഞത് ഹലാൽ എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, നമ്മൾ ഇതിന് മറുപടി ഒന്നും പറയരുത്. നമ്മുടെ നാട്ടുകാർ, പഴയ ആൾക്കാർ പറയും, ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുമെന്നാണ്. അതിന് വേറെന്തോ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലക്കാർ പറയും, ഞാനത് എന്തോ ഓർമ്മയില്ല. പഴയ ആൾക്കാർ പറയണത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത് ഞാൻ പറയുന്നില്ല. ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകും. ഇവന്മാരെല്ലാരും കൂടെ എല്ലാം എടുത്തിട്ടിട്ട് ഇപ്പൊ പപ്പടം ജിഹാദായി, ശർക്കര ജിഹാദായി, എല്ലാം ജിഹാദ് തന്നെ പോട്ടെ. ഈ ഹലാൽ എന്ന് പറയുന്ന ഈ വിഷയം എടുത്ത് ചർച്ചയ്ക്കിട്ടപ്പോ ഉണ്ടായ ഒരു നല്ല ഗുണം എന്തെന്നറിയോ? ഒരുപാട് പേര് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അതാ മനസ്സിലാക്കേണ്ടത്.
ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഹൈന്ദവനായ സഹോദരൻ, ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അവന്റെ അടുത്ത് ഹലാല് ചോദിച്ചാൽ ഓൻ വായും തുറന്നിരിക്കും. ഇപ്പൊ പോയി ചോദിക്കേ, അവർ എന്താണ് ഹലാല്, എന്താണ് ഹറാമ്, അവര് പഠിച്ചു. അപ്പൊ അവർ പഠിക്കാൻ ഒരു കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഹലാലി എന്ന് ഇപ്പൊ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഓരോ ആൾക്കാർ പറയണ കേൾക്കുമ്പോ കൊതി തോന്നുകയാ. പക്ഷെ നമുക്ക് എന്താണെന്നറിയാം, ഹലാല് മുസ്ലിമീങ്ങളായി നമുക്ക് ഹലാലും അറിയത്തില്ല, ഹറാമും അറിയത്തില്ല. നമ്മളതാ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇറച്ചി തിന്നരുത്, മുസ്ലിം പറയത്രേ നമുക്കറിയത്തുള്ളൂ. കാനാടെ കാര്യം മാത്രമേ നമുക്കറിയത്തുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നും ഓർത്താ സത്യം തന്നെയാണ്. നേരെ കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ ഓച്ചിറയിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് കടയിൽ പോയി ഹോട്ടലിൽ പോയിട്ട് പറയും 4 ശവായി 2 തന്തൂരി 1 അൽഫഹം, ചുട്ടതും പൊരിച്ചതും കറുത്തതും. ആരാപ്പാ ചോദിക്കണേ? എന്തെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ പോകും, പേടിക്കും, കൊണ്ടുവന്നിരുന്നു മൂക്കുറ്റ അടിക്കും, അത്ര തന്നെ. എന്നാൽ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കൂല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിമിന്റെ കടയിലും ഹലാലെന്ന് എഴുതി വെക്കാറില്ല. ഉണ്ടോ? മാർക്ക് തന്നെ പരിചയമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്ക്, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കടയുടെ മുന്നിൽ ഹലാലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തേ? അവൻ ഹലാലെ തിന്നാവൂ, അവൻ ഹലാലെ കൊടുക്കാവൂ. അത് മുസ്ലിമിനാണെങ്കിലും അമുസ്ലിമിനാണെങ്കിലും ഹലാലായ ഫുഡ് മാത്രമേ ആർക്കും കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എഴുതി വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവന്മാരാ. അവന്റെ വയറ്റത്തടിക്കാനുള്ള പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശർക്കരയുടെ പേര് പറഞ്ഞ് ശർക്കര ഉണ്ടാക്കുന്നവനെ തെരഞ്ഞു പോയപ്പോ കണ്ണീ കൂടെ പൊന്നീച്ച തീർന്നു. അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് അയക്കുന്ന ഹലാല്, അതിന്റെ പേര് തപ്പിയിട്ട് അതിന്റെ മുതലാളിയെ തെരഞ്ഞപ്പോ ആ ചർച്ചയും തീർന്നു. പപ്പടം ഇപ്പൊ തുപ്പലായി, വാരലായി, എന്തൊക്കെയായി. അല്ലാഹു ഈമാൻ, സത്യം പറഞ്ഞ സങ്കടം തോന്നി ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ചിരിക്കാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിയോ? ഈ ശത്രുക്കൾ എല്ലാ ഭാഗത്തുകൂടെയും നമ്മളുടെ നെഞ്ചത്ത് കയറാനുള്ള കാരണം, നമ്മൾ അല്ലാഹു പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ പിന്നെ അല്ലാഹു നമ്മളെ നന്നാക്കും. അല്ലാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്കുക. 5 നേരം നിസ്കരിക്കുക. ഇവിടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഈ നാട്ടിലെ ഒരൊറ്റ ആണിനും വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വയല് കേൾക്കാൻ വന്ന ഇത്രയും പേര് ജുമഅയ്ക്ക് പോലും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുക, നമുക്കും ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ആ സ്വലാത്ത് ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവന് പള്ളിയിലെ നിസ്കാരമുള്ളൂ. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, ഈ പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞ ആരാ? പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിലെ ജമാഅത്തായി നിസ്കാരമുള്ളൂ. പള്ളിയുടെ അയൽവാസി ആരാ? ബാങ്ക് വിളിക്കണ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ? നീ വീട്ടിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, പള്ളി വരണം. ബാങ്കിന്റെ ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും പള്ളിയിൽ വന്നിട്ടേ നിസ്കരിക്കാൻ പറ്റൂ. സഹോദരിമാരെ നോക്കിക്കേ, നിസ്കരിക്കാത്ത പെണ്ണുങ്ങളില്ല, എല്ലാം നിസ്കരിക്കും. എപ്പോ? ഈ പെണ്ണുങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ളുഹർ നിസ്കരിക്കണത് എപ്പോഴാണെന്ന്. ളുഹർ നിസ്കരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീനും വെട്ടി, പച്ചക്കറി അരിഞ്ഞ്, സാമ്പാറും വെച്ച്, ചോറും വെച്ച്, സർവ്വതും തിന്ന്, കുളിച്ചു ഒരുങ്ങി സമയം കിട്ടിയ വൈകുന്നേരം പോയിട്ട് നിസ്കരിക്കും, അസറിന് തൊട്ടു മുമ്പ്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ എന്തിനാ ആമിന ളുഹറിന് 12:30 ബാങ്ക് വിളിക്കണേ? 3 മണിക്ക് വിളിച്ചാ പോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അലസന്മാരാ. നിസ്കാരത്തെ കുറിച്ചൊന്നും പറയില്ല. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശൈത്താൻ തന്നെ ആലോചിക്കുക, ഇവ എന്താ അള്ളാ ചെയ്യുന്നത്? ഉടച്ചനെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ട ശൈത്താന് തന്നെ ചിരി. നമുക്കറിയില്ല, ഓടി ഇങ്ങോട്ട് വരും, ഇങ്ങനെ കെട്ടി. അല്ലാഹ് പടച്ചവൻ എന്തൊക്കെയാ. ഇങ്ങോട്ട് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിയുടെ കഥ പറയാ. മുത്തുനബി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് അള്ളാനെ പേടിയില്ലേടാ? എന്തിനാ ചോദിച്ചെന്നറിയോ? താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ, നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് താടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച സഹാബിയോട് ചോദിക്കാൻ, നിനക്ക് അള്ളാനെ പേടിയില്ലയോ? നമ്മളോട് എന്ത് ചോദിക്കണം? നമ്മളോട് എന്ത് ചോദിക്കണം? എടാ ഞാൻ പറയോ, ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ, ഇനിയെങ്കിലും പഠിച്ചോ, ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒന്നിയിൽ അവൻ സ്വർഗത്തില്, അല്ലെങ്കിൽ അവൻ നരകത്തില്. ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്ക് കയ്യെ പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ പൊക്കോ, മരിച്ച സ്വർഗത്തിലാ പറഞ്ഞുവിടും. മറ്റൊരുത്തനോട് പറയും, എടാ നശിച്ചവനെ,
എടാ സർവ്വതും കൊണ്ട് കളഞ്ഞല്ലോടാ നഷ്ടപാളി, നീ നരകത്തില, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്തിന് മുമ്പ് തൗബ ചെയ്യാതെ തീർന്ന നീ തീർന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഇങ്ങനെ പറയുന്ന മലക്ക്, അപ്പൊ ഒരൊറ്റ വഖത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. 50,000 ഒന്നും വേണ്ട. നിസ്കരിക്കേണ്ട രീതിയിൽ ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. നിസ്കാരം എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുക, പള്ളിയിലെ ഇമാമ. അന്ന് സുബഹിക്ക് ഉമർ തങ്ങൾ നിസ്കരിക്കുക, ഫാത്തിഹ ഓതി സുബഹിക്ക് ഓതുന്ന സൂറത്ത് ത്വാഹ. അല്ലാഹുവേ, നമ്മുടെ പള്ളിയിലെ ഖത്തീബങ്ങാണ് ഒരു വലിയ സൂറത്ത് ഓതി അവളെ രംഗം ആലോചിച്ച് നോക്കി. നമ്മുടെ പള്ളിയിലെ ഉസ്താദന്മാരെങ്ങാണം ഒരു വലിയ സൂറത്ത് ഓതിയ പുറകെ നിന്നിട്ട് മതി നിർത്താൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്ത് ത്വാഹ ഓതിയിട്ട് നിസ്കരിച്ചു. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഒരുത്തൻ വാള് പിടിച്ചുകൊണ്ട് കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി അങ്ങ് കയറ്റി. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി കയറ്റി, വീണ്ടും വീണ്ടും കുത്തി. എന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ ആ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേരെ കുത്തി താഴെയിട്ടു. എന്നിട്ട് അവൻ ലൈവായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ ആ പള്ളിക്കകത്തിരുന്ന ഒരൊറ്റ മനുഷ്യൻ കൈപോലും അഴിച്ചില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാ. അടിവയറ്റിന് കുത്തുകൊണ്ടിട്ട് ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാമിന്റെ രക്തമാണ് ഒഴുകുന്നത്. തന്റെ ചാരത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന എത്രയോ സ്വഹാബികൾ പിടഞ്ഞു താഴെ വീണു. ഒരാള് പോലും ആ കെട്ടിയ കൈയടിക്കുകയോ ഓടുകയോ ചലിക്കുകയോ ചെയ്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പുറകെ നിൽക്കണ ആരെങ്കിലും കയറി നിൽക്കാൻ, പുറകെ നിൽക്കണ ആരെങ്കിലും കയറി നിൽക്കാൻ. ചരിത്രം പറയുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. ആരോ പഠിച്ചവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നേരെ മുന്നിലേക്ക് കയറി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു താഴെ വീണു. പെടഞ്ഞ് താഴെ വീണു. തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുമ്പോൾ ആ സ്വഹാബി നിന്ന് നിസ്കരിക്കുകയാ. കാരണം എന്തേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, സർവ്വതും നിനക്കുള്ളതാ അല്ലാ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ സർവ്വതും നിനക്ക്. നീയാ അല്ലാ എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാ നമ്മൾ കൈകെട്ടണത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ നിസ്കാരം എന്ന് പറയാ, ഇതിനാണ് നിസ്കാരം എന്ന് പറയാ. പടച്ചവനെ, ഒരു മഹാന്റെ ചരിത്രം പറയുന്നു. ഒരു മഹാൻ, ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നു. കാലിന്റെ ഒരു വിരല് പഴുത്തു, കാലിന്റെ വിരല് പഴുത്തു. വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഇത് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും. മഹാനവറുകൾ പരിഗണിച്ചില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ കാൽപ്പത്തി മുഴുവനും പഴുത്തു. ഡോക്ടർമാര് പറഞ്ഞു, ഇപ്പം മുറിച്ചു മാറ്റിയാൽ കാൽപ്പത്തി മുറിച്ചു മാറ്റാം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ മുകളിലേക്ക് പഴുപ്പ് കയറി. വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കണം. ഇനി മുകളിലേക്ക് കയറിയാൽ പിന്നെ അര വെച്ച് വെട്ടി മുറിക്കേണ്ട വരും. അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിച്ചു. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കള്ളു കൊണ്ടുവന്നിട്ട് കയ്യിൽ കൊടുത്തു കുടിക്കാൻ. കള്ളു കൊണ്ടുവന്നിട്ട് മഹാനായ സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ ചോദിച്ചു, എന്തിന് ഞാൻ ഇത് കുടിക്കണത്? തങ്ങളെ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ കാല് വെട്ടി മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാനാ. മഹാനവറുകൾ ചോദിച്ചു, അതിന് കള്ളു കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാം, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് വെട്ടിക്കോ. ഞാൻ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടാം, കഴിയുമെങ്കിൽ എന്റെ കാല് മുറിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനവിടന്ന് നമസ്കരിക്കാൻ വേണ്ടി ഒളിവെടുത്തിട്ട് കൈകെട്ടുകയാണ്. അവിടന്ന് ഫാത്തിഹ ബോധി, അല്ലാഹുവേ, സൂറത്തുൽ മുസമ്മിൽ ഓതുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് ഇങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കടന്നു വന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ കാലങ്ങ് വെട്ടുകയാ. അല്ലാഹുവേ, അവിടത്തെ കാലങ്ങ് വെട്ടി മുറിച്ചു. സുബ്ഹാനല്ലാഹ്,
ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കവും നടത്തിയില്ല. പടച്ചവനെ പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. പൈപ്പ് പൊട്ടികെട്ട് വെള്ളമൊഴുകുന്നത് പോലെ കാലിൽ നിന്ന് രക്തമൊഴുകുകയാ. പടച്ചറപ്പേ, മഹാനവറുകളെ നമസ്കാരത്തിലാ അവിടത്തെ കാല് വെട്ടിമുറിച്ചതറിഞ്ഞില്ല. രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹ് തിളപ്പിക്കുകയാ. പടച്ചവനെ, രക്തം നിൽക്കാനുള്ള എളുപ്പവഴിയുണ്ടെന്നറിയുമോ? സൈതന്നെ തിളപ്പിക്കുകയാണ്. സൈതന്നെ തിളപ്പിച്ചിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുറിച്ച കാലുണ്ടല്ലോ, തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ. തിളച്ച എണ്ണ കൊണ്ട് വന്ന് കാലിൽ മുക്കിയിട്ട് ആ സ്വഹാബി അവിടെ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ പോയി തളർന്ന ബോധം കെട്ട് താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഇതുപോലെ നിസ്കരിക്കുന്നവനാണ് അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കാമെന്ന് പറഞ്ഞത്. ഈ നിരന്നിരിക്കുന്ന 50, 40, 30 വയസ്സ് മുതൽ പ്രായമുള്ളവര്, 40, 50, 60 വയസ്സ് വരെ പ്രായമുള്ള ബാപ്പാ, നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കൂ. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? 40 കൊല്ലം 50 കൊല്ലം നിസ്കരിച്ച ഉമ്മ, ഇതുപോലെ ഒരു വഖ്ത് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറയാ നിനക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, ഉറപ്പിക്കല്ലേ, ഉറപ്പിക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, സഹാബാ, ചെയ്തു വിറ്റിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാരും നെളിയല്ലേ, നിങ്ങളാരും നെളിയല്ലേ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട്, എന്റെ നഫ്സിനോടും പറയാൻ പറ്റുന്നത്. പ്രസംഗിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, പിരിച്ചു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, ആലിമാണെന്ന് പറഞ്ഞിട്ട്, ഖുർആൻ പഠിച്ചവനാണെന്ന് പറഞ്ഞിട്ട്, ഈമാനോടുകൂടിയേ ഞാൻ മരിക്കൂ എന്ന് ഉറപ്പിക്കല്ലേടാ സിറാജ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, പ്രയാസമില്ല, ഉറക്കമൊഴിയണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, സ്വർഗ്ഗം തരണേ അല്ലാ, സമ്പത്ത് തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, വീട് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, സ്വാലിഹത്തായ ഇണയെ തരണേ അല്ലാ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തു വേണമെങ്കിലും നിന്റെ റബ്ബിനോട് ചോദിക്കൂ. നിന്റെ റബ്ബാരെന്നറിയോ? എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് സഹോദരാ, എല്ലാം ചോദിച്ചു കഴിയുമ്പോ ഒന്നുകൂടെ ചോദിക്കണേ, അല്ലാഹുവേ, അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബി അലാ ദീനിക, സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഈമാൻ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാണ്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമാണ്. ഓരോ ദിവസവും കോടാനി കോടാനി പാപം ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.